ഡിയർ സ്റ്റുഡൻസ്, +1 ബോട്ടണിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ, പ്ലാൻ കിങ്ഡം അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രയോഫൈസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സ് പഠിച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രയോഫൈറ്റ്സിൻ്റെ ഡിവിഷൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. ദ ബ്രയോഫൈറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ലിവർവേർഡ്സ് ആൻഡ് മോസസ്. ബ്രയോഫൈറ്റ്സ് ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ. ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നത് വേരിയസ് മോസസ് ആൻഡ് ലിവർവേർഡ്സ് ആണ്. അതുപോലെ മോയിസ്റ്റായിട്ടും ഷെയ്ഡഡ് ആയിട്ടുള്ള, അങ്ങനെ തണുപ്പ് ജലാംശമുള്ള നിഴൽ അടിക്കുന്ന അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത പ്രദേശങ്ങളിലൊക്കെയാണ് ബ്രയോഫൈറ്റ്സ് വളരുന്നത് നമ്മൾ പറഞ്ഞു. ദ ബ്രയോഫൈറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ലിവർവേർഡ്സ് ആൻഡ് മോസസ്. അപ്പം പ്രധാനമായിട്ടും ബ്രയോഫൈറ്റ്സിനെ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഈസ് ദ ലിവർവേർഡ്സ്, ഓർത്തിരിക്കുക, ലിവർവേർഡ്സ്. സെക്കൻഡ് വൺ ഈസ് ദ മോസസ്. നമുക്കിനി ഇത് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് കൂടി ഒന്ന് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പേജ് നമ്പർ 35 ആണ്. നമുക്ക് നോക്കാം. ലിവർവേർഡ്സ്. The liverworts grow usually in moist, shady habitats such as banks of streams, marshy ground, damp soil, bark of trees and deep in the woods. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലിവർവേർഡ്സിനെ പഠിക്കാൻ പോകുന്നത് ലിവർവേർഡ്സിൻ്റെ ഹാബിറ്റാറ്റ്. അതായത് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണിത് സാധാരണയായിട്ട് നമുക്ക് കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ദ ലിവർവേർഡ്സ് യൂഷ്വലി ഗ്രോ ഇൻ മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റ്സ്. നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം പഠിച്ചതാണ് അല്ലേ. അതായത് സാധാരണയായിട്ട് നമ്മൾ ലിവർവേർഡ്സിനെ കാണുന്നത് നനവുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ സൂര്യപ്രകാശ ഷെയ്ഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെയ്ഡി ആയിട്ടുള്ള പ്രദേശങ്ങളിൽ. അതിപ്പോൾ അത് എങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്? ബങ്ക്സ് ഓഫ് സ്ട്രീംസ്, അരുവികളുടെ തീരങ്ങളിൽ, അതുപോലെ മാർഷി ഗ്രൗണ്ട്സ്. എന്താ മാർഷി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിൽ, അതുപോലെ നനവുള്ള സോയില്, ബാർക്ക് ഓഫ് ട്രീസ്. എന്താ ബാർക്ക് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പുറം ചട്ട എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആൻഡ് ഡീപ്പ് ഇൻ ദ വുഡ്സ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ലിവർവേർഡ്സിനെ കാണുന്നത്. നമുക്ക് ലിവർവേർഡ്സിൻ്റെ പ്ലാൻ ബോഡി എന്താണെന്ന് നോക്കാം. ദ പ്ലാൻ ബോഡി ഓഫ് എ ലിവർവേർഡ് ഈസ് എ താലോയിഡ്. അപ്പോൾ പ്ലാൻ ബോഡി എന്ന് പറഞ്ഞാൽ താലോയിഡ് നമ്മൾ നേരത്തെ പഠിച്ച താലസ് ലൈക്ക് പ്ലാൻ ബോഡി നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ലിവർവേർഡ്സ് താലോയിഡ്. എക്സാമ്പിൾ മാർക്കാൻഷ്യ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലും ഇവിടെ നനവുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഇത് മണ്ണിൽ പറ്റിപ്പിടിച്ച് വളരുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ഒരു ഓർഗാനിസമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, മാർക്കാൻഷ്യ എന്ന് പറയുന്നത്. അത് പ്ലാന്റ് ബോഡി ഓർത്തിരിക്കുക, താലോയിഡ് ആണ് ലിവർവേർഡ്സിൻ്റെ പ്ലാന്റ് ബോഡി. Then the thallus is dorsiventry and closely appressed to the substrate. അതായത് ഇതിൻ്റെ പ്ലാന്റ് ബോഡി താലസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. താലസിൻ്റെ പ്രത്യേകത ഡോർസോ വെൻട്രൽ. ഇപ്പോൾ ഡോർസോ വെൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവിങ് ഡിസ്റ്റിങ്ക്ട് അപ്പർ ആൻഡ് ലോവർ സർഫേസ് ഓഫ് അതായത് നമ്മൾ സാധാരണ ലീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഇലകൾ. നമുക്ക് ഇലകൾക്കൊക്കെ നമുക്കറിയാം ഒരു അപ്പർ സർഫേസും ഉണ്ട്, ലോവർ സർഫേസും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ താലസ് എന്ന് പറയുന്നത്, ലിവർവേർഡ്സിൻ്റെ താലസ്. ആൻഡ് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റ്. അതായത് ഇത് എവിടെയാണ് വളരുന്നത്? നമ്മൾ പറഞ്ഞു ബങ്ക്സ് ഓഫ് സ്ട്രീമോ അല്ലെങ്കിൽ മാർഷി ഗ്രൗണ്ടോ ബാർക്ക് ഓഫ് ട്രീസ്, എവിടെയാണോ ഇത് വളരുന്നത് അങ്ങോട്ട് നല്ല ക്ലോസ് ആയിട്ട് പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ താലസ്. ദ ലീഫി മെമ്പേഴ്സ് ഹാവ് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഇൻ 2 rows ഓൺ ദ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ലീഫി മെമ്പേഴ്സിനാണെങ്കിൽ ചെറിയ ലീഫ് പോലെ കാണപ്പെടുന്ന അപ്പൻഡേജസ് ഉണ്ട്. അതെങ്ങനെയാണ് അറേഞ്ച്ഡ് ഇൻ 2 rows ഓൺ ദി സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ. അപ്പം നമ്മൾ സ്റ്റെമ്മ് പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിൽ 2 നിരകളായിട്ടാണ് ലീഫ് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ബ്രയോഫൈറ്റ്സ് ലാക്ക് ട്രൂ റൂട്ട്സ്, സ്റ്റെം ഓർ ലീവ്സ്. ബ്രയോഫൈറ്റ്സിന്
എന്താ നല്ല രീതിയിൽ വളർച്ച പ്രാപിച്ച റൂട്ടോ സ്റ്റെമ്മോ അല്ലെങ്കിൽ ലീവ്സോ ഒക്കെ ആബ്സെൻ്റ് ആണ്. പക്ഷേ ദേ മേ പോസസ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. പക്ഷെ അവയ്ക്ക് റൂട്ടിനെ പോലെ തോന്നിക്കുന്ന, നമ്മൾ പഠിച്ച റൈസോയിഡ് എന്ന് പറയുന്ന റൂട്ടിനെ പോലെ തോന്നിക്കുന്ന സ്ട്രക്ചർ, ലീഫിലെ പോലെ സ്റ്റെം പോലെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ താലസ് ലീഫി മെമ്പേഴ്സ് ആണെങ്കിൽ ലീഫ് പോലെ കാണുന്ന ചെറിയ അപ്പൻഡേജസ്, ചെറിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്? സ്റ്റെം പോലെ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ 2 റോസ് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് റീപ്രൊഡക്ഷൻ നോക്കാം. Asexual reproduction in liverworts take place by fragmentation of thalli. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റീപ്രൊഡക്ഷൻ എസെക്ഷലും സെക്ഷലും, ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കാം. ടേക്ക് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് താലെ. അപ്പോൾ അതായത് അതിൻ്റെ എന്താ ഫ്രാഗ്മെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ചെറിയ ചെറിയ പീസുകളായിട്ട് മാറുക. അതായത് അതിൻ്റെ ആ ബോഡി താലെ എന്ന് പറയുന്ന ചെറിയ പീസുകളായിട്ട് ആ ഓരോ പീസുകളിൽ നിന്നും പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നതാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓർ ബൈ ദ ഫോർമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ജെമ്മൈ. അതല്ലെങ്കിൽ പ്രത്യേക ഒരു സ്ട്രക്ചർ, സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് ജെമ്മൈ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ലിവർ ബേർഡ്സിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫ്രാഗ്മെൻറ്റേഷൻ, ദെൻ സെക്കൻഡ് വൺ ഫോർമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ജെമ്മൈ. നമുക്ക് ജെമ്മയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Green multicellular asexual buds which develop in small receptacles called gemme cups located on the thalli. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുക. ടെക്സ്റ്റിൽ 30 പേജ് നമ്പർ 34 അതിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. മാർക്കാൻഷ്യ ഫീമെയിൽ താലസ് ആൻഡ് മെയിൽ താലസ് കൊടുത്തിട്ട് നമുക്ക് അവിടെ ജെമ്മെ കപ്പ് കാണാം അല്ലേ. അപ്പോൾ ജെമ്മെ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറായിട്ടുള്ള മൾട്ടി സെല്ലുലർ എസെക്ഷൽ ബഡ്സ്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ലിവർ വേർഡ്സിൻ്റെ എസെക്ഷൽ ബഡാണ് ഏത്? ജെമ്മെ എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡെവലപ്പ് ഇൻ സ്മോൾ റിസെപ്റ്റക്കിൾസ് കോൾഡ് ജെമ്മെ കപ്സ്. അതിൻ്റെ ബോഡിയിൽ, അപ്പോൾ നിങ്ങൾ ആ ഡയഗ്രത്തിൽ ഒന്നുകൂടി നോക്കണ്ട, അതിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ജെമ്മെ കപ്പിന് ലേബിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫിഗർ 3.2. അപ്പോൾ ആ ജെമ്മെ കപ്പിലാണ് ഈ അസെക്ഷൽ ബഡ്സ് ഫോം ചെയ്യുന്നത്. The gemme become detached from the plant body and germinate to form new individuals. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്താണ്? ജെമ്മെ എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് അത് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ ഓർത്തിരിക്കുക, ലിവർ ബേർഡ്സിൻ്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ 2 തരത്തിലാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത്തത് ബൈ ദ ഫോർമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന് എന്താ പറയുന്നത്? ജെമ്മെ എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുകൂടി ഓർക്കുക, എന്താ ലിവർ ബേർഡ്സിൻ്റെ എസെക്ഷൽ ബഡ്സ്, അതാണ് എന്താ ജെമ്മെ എന്ന് പറയുന്നത്. നമ്മൾക്കിനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഐദർ ഓൺ സെയിം താലെ ഓർ ഓൺ ഡിഫറെൻറ്റ് താലെ. അപ്പോൾ അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സെക്സ് ഓർഗൻ എന്താ, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. മെയിൽ സെക്സ് ഓർഗൻ എന്താ പേര് ഓർമ്മിക്കുന്നുണ്ടോ? ആന്ത്രീഡിയം. അതുപോലെ ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതാണ്? ആർക്കിഗോണിയം. അപ്പോൾ ആ 2 സെക്സ് ഓർഗൻസും എങ്ങനെയൊക്കെ കാണപ്പെടാം? ഐദർ ഓൺ സെയിം താലെ, അതായത് ഒരു താലയിൽ തന്നെ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് കാണാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് താലയിലാണ് കാണപ്പെടുന്നത്. The sporophyte is differentiated into food, seta and capsule. ഇവിടെ എൻ്റെ സ്പോറോഫൈറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ കൂടി ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്? ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സൂൾ. ആഫ്റ്റർ മിയോസിസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ക്യാപ്സൂൾ. സ്പോറോഫൈറ്റും അതിന് 3 തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സൂൾ. Then after meiosis spores are produced within the capsule. അപ്പോൾ മിയോസിസ് കഴിയുമ്പോൾ സ്പോറുകൾ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്യാപ്സൂളിൽ. നമുക്കറിയാം മിയോസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനാണ്. ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഹാപ്ലോയിഡ് സ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 4 സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിഡക്ഷൻ ഡിവിഷണൽ പ്രോസസ്സാണ് ഏത്? മിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, സ്പോറോഫൈറ്റിലുള്ള ക്യാപ്സൂളിൽ മിയോസിസ് കഴിയുമ്പോൾ ആ ക്യാപ്സൂളിനകത്താണ് സ്പോറ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ദീസ് സ്പോർസ് ജെർമിനേറ്റ് ഫോർ ഫ്രീ ലിവിങ് ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ അത് ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു എന്താ ഇതിൻ്റെ ബ്രയോഫൈറ്റ്സിൻ്റെ സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് അല്ല. ഇവിടെ ഫ്രീ ലിവിങ് ഏതാണ്? ഗാമിറ്റോഫൈറ്റ് ആണ് ഫ്രീ ലിവിങ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇതിലോട്ട് അടുത്ത ബ്രയോഫൈറ്റ്സിൻ്റെ അടുത്ത ഡിവിഷനിലോട്ട് പോകാം. ഏതാണ്? മോസസ് എന്ന് പറയുന്നത്. The predominant stage of the life cycle of a moss is the gametophyte, which consists of two stages. Predominant stage of the life cycle of a mosses. അതായത് മോസസിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉള്ളത് ഏതാണ്? ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജാണ്. ഗാമിറ്റോഫൈറ്റിൽ ആ ഒരു ഫേസ്, ഗാമിറ്റോഫൈറ്റ് ഫേസിൽ 2 സ്റ്റേജുകളുണ്ട്. അപ്പം നമ്മൾ നോക്കാം ഏതൊക്കെയാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പ്രോട്ടോണിമ, ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ ലീഫി സ്റ്റേജ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ഈ പ്രോട്ടോണിമയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനെ ഉള്ളതാണ്. മോസസ് പ്ലാന്റിൽ അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഗാമിറ്റോഫൈറ്റ് ആണ്. ആ ഗാമിറ്റോഫൈറ്റിൽ 2 സ്റ്റേജുകളുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേജ്? ഫസ്റ്റ് സ്റ്റേജ് പ്രോട്ടോണിമ സ്റ്റേജും സെക്കൻഡ് സ്റ്റേജ് ലീഫി സ്റ്റേജുമാണ്. നമുക്ക് നോക്കാം ഇനി എന്താണ് പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് നോക്കാം. ഇൻ പ്രോട്ടോണിമ സ്റ്റേജ് വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം എ സ്പോർ, ഇറ്റ് ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻ്റസ് സ്റ്റേജ്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രോട്ടോണിമ സ്റ്റേജ് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പോറിൽ നിന്നും ജെർമിനേറ്റ് ചെയ്യുന്നതാണ് പ്രോട്ടോണിമ സ്റ്റേജ്. അതിൻ്റെ പ്രത്യേകത ക്രീപ്പിംഗ് ആണ്. അതുപോലെ ഗ്രീൻ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റസ് സ്റ്റേജ് ആണ് പ്രോട്ടോണിമ എന്ന് പറയുന്നത്. നമ്മളത് മൈക്രോസ്കോപ്പിൽ കൂടിയൊക്കെ നമ്മൾ കാണുക, ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രാക്ടിക്കലിനുള്ളതാണ് ഈ പ്രോട്ടോണിമ. അപ്പോൾ ഓർത്തിരിക്കുക, അത് പ്രോട്ടോണിമ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സ്പോറിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റസ് സ്റ്റേജ് ആണ് പ്രോട്ടോണിമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ലീഫി സ്റ്റേജ്. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ ലീഫി സ്റ്റേജ് വിച്ച് ഡെവലപ്സ് ഫ്രം ദി സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്. ഇപ്പോൾ ലീഫി സ്റ്റേജ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സെക്കൻഡറി പ്രോട്ടോണിമയിൽ നിന്നും ഒരു ലാറ്ററൽ ബഡായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് അപ്രൈറ്റ് സ്ലെൻഡർ ആക്സിസ് ബിയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ്, അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിസ്, ആ ആക്സിസിൽ ഇങ്ങനെ സ്പൈറലായിട്ട് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. They attach the soil through multicellular and branched rhizoids. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മണ്ണിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മൾട്ടി സെല്ലുലാർ, അതുപോലെ ബ്രാഞ്ച്ഡ് റൈസോയിഡ്. എന്താ റൈസോയിഡ് എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? റൈസോയിഡ് എന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, ബ്രയോഫൈറ്റ്സിൽ കാണുന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചർ റൈസോയിഡ്. അപ്പോൾ ആ റൈസോയിഡ് വെച്ചാണ് ഈ ലീഫി സ്റ്റേജിലുള്ള ആ ഒരു സ്ട്രക്ചർ സോയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ദിസ് സ്റ്റേജ് സെക്സ് ഓർഗൻസ്. ഈ സ്റ്റേജിൽ സെക്സ് ഓർഗൻസും കാണപ്പെടുന്നു. നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ മോസസ് ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബഡ്ഡിങ് ഇൻ ദ സെക്കൻഡറി പ്രോട്ടോണിമ. ഇപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ മോസസിൽ വരുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ, നമ്മൾ ലിവർ ബേർഡ്സിൽ പഠിച്ചതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബഡ്ഡിങ് ഉണ്ട് സെക്കൻഡറി പ്രോട്ടോണിമ. സെക്കൻഡറി പ്രോട്ടോണിമയിൽ ബഡ് ഫോം ചെയ്ത് അങ്ങനെയും റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. നെക്സ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദ സെക്സ് ഓർഗൻസ് ആന്ത്രീഡിയ ആൻഡ് ആർക്കിഗോണിയ ആർ പ്രൊഡ്യൂസ്ഡ് അപ്പെക്സ് ഓഫ് ദി ലീഫി ഷൂട്ട്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്ന മെയിൽ സെക്സ് ഓർഗനാണ് ഏത്? ആന്ത്രീഡിയ. ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയ. അതുപോലെ ഫീമെയിൽ സെക്സ് ഓർഗനാണ് ആർക്കിഗോണിയ. ദേ ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ അപ്പെക്സ് ഓഫ് ദി ലീഫി ഷൂട്ട്. അപ്പോൾ ലീഫി ഷൂട്ടിൻ്റെ ടിപ്പിലാണ് ആന്ത്രീഡിയയും ആർക്കിഗോണിയയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എ സ്പോറോഫൈറ്റ്. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ സൈഗോട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. സ്പോറോഫൈറ്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സൂൾ. The capsule contains spores. The spores are formed after meiosis. നമ്മൾ കഴിഞ്ഞ ലിവർ ബേർഡ്സിൽ പഠിച്ച പോലെ തന്നെ ക്യാപ്സൂളിൻ്റെ അകത്ത് സ്പോർട്സ് ഉണ്ട്. ആ
ആ സ്പോർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ആഫ്റ്റർ മിയോസിസ്. മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷൻ, സെൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് സ്പോർ ഫോം ചെയ്യുന്നത്. ദ മോസസ് ഹാവ് ആൻ ഇലാബറേറ്റ് മെക്കാനിസം ഓഫ് സ്പോർ ഡിസ്പേഴ്സൽ. നമുക്ക് ഈ മോസസ് പ്ലാന്റിന് ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട് ഈ സ്പോറിനെ ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട്. കോമൺ എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്യൂണേറിയ, പോളിട്രൈക്കം, സ്പാക്നം എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾ, മോസസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഇതും നന്നായിട്ട് വായിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് കൂടി വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.